രൂപയോ 1500 രൂപയോ പിന്നീട് ഇവർ വാങ്ങിക്കുകയും ചെയ്തു. ശരിക്കും 3500 രൂപ ഒരു കുട്ടിയോട് ഇവർ വാങ്ങിക്കുമ്പോൾ 12000 കുട്ടികളിൽ നിന്നും സംഘാടകരിലേക്ക് എത്തിച്ചേരുന്ന തുക എത്ര വലുതാണെന്ന് ചിന്തിക്കണം. രണ്ടാമത് സ്പോൺസർഷിപ്പായി കിട്ടിയതാണ് ഇവർക്ക് സാരി. ഈ കല്യാൺ സിൽക്സ് ആണ് ഇവർക്ക് ഒരു നീല സാരി സ്പോൺസർഷിപ്പായിട്ട് കൊടുത്തത്. പിന്നെ ഇവർക്ക് ഈ കുട്ടികളുടെ ഒരുക്കം, ഇവരുടെ ആടെ ആഭരണങ്ങൾ, ഇതിലെ എല്ലാ കാര്യങ്ങളും സംവിധാനങ്ങളും അവരവർ രക്ഷിതാക്കളുടെ സ്വന്തം പൈസയിലാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത് ഇവിടെ എത്തി കാണണം, അതായത് രക്ഷകർത്താക്കൾക്ക് പോലും ഈ പരിപാടി കാണണം എന്നുണ്ടെങ്കിൽ 2 തരം ടിക്കറ്റാണ് ഇവർ പറഞ്ഞിരുന്നത്. ബുക്ക് മൈ ഷോയിലൂടെ മുകളിലെ തട്ടിൽ, അതായത് ഗാലറി സൈഡിൽ 149ഉം തൊട്ടടുത്തുകൊണ്ട് ഇരുന്നു കൊണ്ട് കാണണമെങ്കിൽ 299ഉം ആണ് ഇവർ പറഞ്ഞത്. ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇന്നലെ നടന്നിട്ടുള്ള കലോൽ സ്റ്റേഡിയത്തിൽ നടന്നിട്ടുള്ള ആ മഹാനൃത്തത്തെ കുറിച്ചിട്ടാണ്. അപ്പം കേരളത്തിന് തന്നെ ഇന്നലെ അഭിമാന നിമിഷമായിരുന്നു. 12000 പേരോളം അണിനിരന്നിട്ടുള്ള ഒരു നൃത്തം വേൾഡ് ഗിന്നസ് റെക്കോർഡിലോട്ട് വന്നതിന്റെ അഭിമാന നിമിഷമായിരുന്നു. ഞാനും ആ ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ മക്കള് പഠിക്കുന്ന സ്കൂളിൽ നിന്ന്, അതായത് നൃത്ത വിദ്യാലയത്തിൽ നിന്നും ആൾക്കാർ, കുട്ടികളും ടീച്ചറും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന് പറയുമ്പോൾ സ്വന്തം അതിലൊരു പേരുണ്ടാകുക എന്ന് പറഞ്ഞാൽ ആരുടെയും സ്വപ്നമാണ്. പക്ഷേ ആ ഒരു പേരും പറഞ്ഞിട്ട് മുതലെടുപ്പ് നടത്തുന്നത് ഒരിക്കലും നല്ലൊരു കാര്യമല്ല. 12000 പേരോളം പങ്കെടുത്ത ഒരു ഗിന്നസ് റെക്കോർഡെന്ന് പറയുന്നുണ്ടെങ്കിലും 11500 പേരോളമാണ് ഈ ഗിന്നസ് റെക്കോർഡിൽ പങ്കെടുത്തിട്ടുള്ളത്. അതാ റെക്കോർഡിന്റെ ഗിന്നസ് റെക്കോർഡ് നൽകാൻ വന്ന ആൾക്കാർ തന്നെ ഫൈനലായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പം 11500 പേർക്ക് മുമ്പായിട്ട് 10000 പേരോളം പങ്കെടുത്ത ഒരു റെക്കോർഡാണ് നിലവിലുള്ളത്. അപ്പം അതിനായിരുന്നു ഇതുവരെയുള്ള ഗിന്നസ് റെക്കോർഡ്. ഇപ്പം അത് മറികടന്നുകൊണ്ട് ആണ് ഈ മൃദംഗനാഥം എന്ന് പറയുന്ന പരിപാടി സംഘടിപ്പിച്ചത്. ദിവ്യൗണിയും മറ്റുള്ളവരൊക്കെയാണ് ഇതിന്റെ നേതൃത്വം കാര്യങ്ങളൊക്കെ നൽകിയത്. അതുപോലെ തന്നെ ഈ ഒരു ഇത്രയും വലിയ ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് സംഘാടകരൊക്കെ ഈ ഇതിനുണ്ടായിരുന്നു. നമുക്ക് അവരെ ലൈവ് കാണുമ്പോൾ തന്നെ അറിയാം, ഒരുപാട് വെള്ള സാരി കൊടുത്ത അവരുടെ സംഘാടകരും കാര്യങ്ങളും ഒക്കെ ഈ സൈഡിലോട്ട് വരിക, സ്റ്റേജിന്റെ ബാക്കിലോട്ട് വരിക, അങ്ങനെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് അവർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. അപ്പം പരിപാടിയൊക്കെ നല്ലതായിരുന്നു. അത് ഗിന്നസ് റെക്കോർഡിലൊക്കെ ഒരു പേര് വരിക എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ സ്വപ്നമാണ്. അപ്പം ഡാൻസേഴ്സ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ 12000 പേരോളം ഒരുമിച്ച് ചുവട് വെച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയെടുക്കുക എന്ന് പറഞ്ഞ് അവരുടെ എല്ലാ പേരുകളും ഗിന്നസ് റെക്കോർഡിൽ വരും, എല്ലാവർക്കും തന്നെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കിട്ടും എന്നൊക്കെ പറയുമ്പം എല്ലാവരും തന്നെ പോയി പങ്കെടുക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഒരാൾ നമുക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടുക എന്നുള്ളത് നമ്മുടെ മാത്രം ഒരു ഉത്തരവാദിത്വം അല്ലല്ലോ. അപ്പം നമുക്കായിട്ട് എന്തെങ്കിലും ഒന്നും അവർ പ്രൊവൈഡ് ചെയ്യേണ്ടതായിരുന്നു. നമ്മൾ അങ്ങോട്ട് നമുക്കിപ്പം ഇന്ന് രാവിലെ ന്യൂസിൽ വന്ന ഒരു അധ്യാപകയുടെ വാക്കുകൾ കേൾക്കാം. ഇവര് ഞങ്ങൾ ഓരോ കണ്ടസ്റ്റൻസിന്റെ കയ്യിൽ നിന്നും ഇപ്പൊ ഞാൻ ടി വിയിൽ ഒരു കുട്ടി പറയുന്നത് കേട്ടോ, അവരോട് 2000 റുപ്പീസ് ആണ് രജിസ്ട്രേഷൻ വാങ്ങിയത്. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ 3500 വാങ്ങിയിട്ടുണ്ട് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ 1600 ഞങ്ങള് കോസ്റ്റ്യൂമിന് വേണ്ടി കൊടുത്തു. കല്യാൺ സിൽക്സിൽ നിന്ന് എന്തോ നെയ്തെടുത്ത പട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോസ്റ്റ്യൂം അവർ അയച്ചു തരുമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി ഞങ്ങൾ അത്രയും കൊടുത്തു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അതൊരു നമ്മുടെ സാധാരണ ഭരതനാട്യത്തിന്റെ പ്രാക്ടീസ് സാരി ഇല്ലേ, കോട്ടൺ സിൽക്കാന്നൊക്കെ അവർ പറഞ്ഞു. ഞാൻ കഴുകി നോക്കിയില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ സാധാരണ ഒരു കോസ്റ്റ്യൂമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. 3500 രജിസ്ട്രേഷൻ മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ 1600 ഈ ഡ്രസ്സിന്റെ ഇതിന് വാങ്ങി. പക്ഷെ നമ്മൾ മേക്കപ്പ്, ഹെയർ എല്ലാം നമ്മൾ സ്വയം പൈസ കൊടുത്ത് ചെയ്യണമായിരുന്നു. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റേ, ഫുഡ് എല്ലാം നമ്മൾ ചെയ്യണം. ഇന്നലെ ഈ ഗിന്നസ് റെക്കോർഡിന്റെ ലൈവ് ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ദിവ്യൗണിയിലോട്ടാണ്. ബാക്കി വന്നിരിക്കുന്ന 12000 പേരോളം ആരും ഫോക്കസ് ചെയ്യുന്നില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ 10, 30, 40ഓളം കുട്ടികളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം അവരൊന്നും മിന്നായം പോലും നമുക്കൊന്നും കാണാൻ പറ്റിയില്ല. ഇത്രയും മണിക്കൂർ നടന്ന ഒരു ലൈവാണ്. എത്ര മണിക്കൂറാണെന്ന് നമ്മളത് എടുത്തു നോക്കിയാൽ കാണാം. 2-3 മണിക്കൂർ മേളിലുള്ള ലൈവാണ്. ആ ലൈവിൽ ഈ 12000 പേരെയും കുറച്ച് പേരെ മാത്രമായിട്ട് കാണിക്കാതെ ഈ 12000 പേരെ ഒന്ന് ഓടിച്ച് കാണിക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട. അവരെല്ലാം ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കത് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. പക്ഷേ എല്ലാവരും ഫോക്കസ് ചെയ്ത് ദിവ്യൗണിനെ മാത്രമാണ്. ദിവ്യൗണി മാത്രമേ അതിൽ കളിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും ബാക്കി എല്ലാവരും ചുമ്മാ ഇങ്ങനെ 12000 പേര് നിരന്ന് നിൽക്കുമായിരുന്നു. അല്ലല്ലോ, അപ്പൊ അവരെയും കൂടെ കാണിക്കണ്ടേ? അവരും കൂടെ ഉള്ളത് കൊണ്ടാണല്ലോ ഈ ഗിന്നസ് റെക്കോർഡ് കിട്ടിയത്. ഒരാൾ കളിക്കുന്നതാണ് 12000 ഒരാൾ കളിക്കുന്നതിൽ നിന്നാണോ നിങ്ങൾക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടിയത്? ഈ 12000 പേര് കളിക്കുന്നതിൽ നിന്നാണ് കിട്ടിയത്. അപ്പൊ ഏറ്റവും മെയിനായിട്ട് കാണിക്കേണ്ടത് ഈ ബാക്ക് സൈഡിൽ കളിക്കുന്ന 12000 പേരല്ലേ. ഇത് ഫ്രണ്ടിൽ പോയി ദിവ്യൗണിക്ക് അവരുടെ കൂടെ തന്നെ നിന്നാൽ മതിയായിരുന്നില്ലേ? നടുക്ക് കയറി നിന്ന് ഡാൻസ് കളിക്കുന്ന എന്തിനാ?
അത് ഡാൻസ് കളിക്കുന്നവരോട് എനിക്ക് ബഹുമാനമേ ഉള്ളൂ. എനിക്ക് ഡാൻസ് ഒരുപാട് ഇഷ്ടമാണ്. നമുക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല. കുഞ്ഞിലെ ഡാൻസ് പഠിക്കണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നമുക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇത്രയും വലിയൊരു പ്രോഗ്രാം നടക്കുമ്പോൾ ഇങ്ങനെ കാണിച്ചതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. കാരണം ദിവ്യ ഉണ്ണി ഏത് സ്റ്റെപ്പ് എടുത്താലും അത് മാത്രം ഫോക്കസ് ചെയ്ത് കാണിക്കുന്നു. എത്രയോ കുഞ്ഞു കുട്ടികളെന്ന് പറഞ്ഞാൽ 6 വയസ്സിന് 7 വയസ്സിന് മുകളിലോട്ട് പ്രായമുള്ള കുഞ്ഞു കുട്ടികൾ ആ ഫ്രണ്ടിൽ നിന്ന് കളിക്കുന്നത് എത്ര ക്യൂട്ടായിട്ട് നിന്ന് കളിക്കുന്നത്. അവരെയൊക്കെ എങ്കിലും കുറച്ച് മെയിനായിട്ട് ഫോക്കസ് ചെയ്തൊന്ന് കാണിക്കാമായിരുന്നു. എത്രയോ ടാലന്റഡ് ആയിട്ടുള്ള നൃത്ത അധ്യാപകർ അവിടെ കളിക്കുന്നു, അവരെയോ ഒക്കെ കാണിക്കാമായിരുന്നു. ഇങ്ങനെ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്തതിനോട് ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല. അതേപോലെ എല്ലാവരും ഇങ്ങനെ കൂടി ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത് പോലെ കുറച്ചും കൂടെയൊക്കെ ഇത്രയും സംഘാടകരൊക്കെ ഉള്ളതല്ലേ, കുറച്ചും കൂടെ വൃത്തിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൈയൊക്കെ നീക്കാവുന്ന രീതിയിലൊന്ന് നീക്കി നിർത്തുവോ അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അവിടെ നിൽക്കുന്നവർക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ വേണം അത് നമുക്കല്ലേ അത് കാണാൻ പറ്റത്തുള്ളൂ എങ്ങനെയാണെന്നുള്ളത്. അത്രയും വലിയൊരു ഗ്രൗണ്ടാണ് കലോ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അത്ര വലിയ ഗ്രൗണ്ടാണ്. അപ്പം ഒരു 2 സൈഡിലായിട്ട് നിർത്താതെ മൊത്തത്തിൽ എന്നാൽ ദിവ്യ ഉണ്ണി നടുക്ക് ബാക്കി എല്ലാവർക്കും ചുറ്റും നിന്ന് നല്ല സൂപ്പറായിട്ട് കളിക്കാമായിരുന്നു. പക്ഷേ അതുപോലെ സംഘാടകർക്ക് ചെയ്യാൻ പറ്റില്ല. സംഘാടകർക്ക് അന്നേരവും ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അതെന്താന്ന് ഈ ചേച്ചി ഇപ്പം നമ്മൾ കേട്ട വോയിസിൽ പറയുന്നുണ്ടായിരുന്നു. അവർക്ക് കുറച്ച് പൈസ പിരിക്കലും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ കുറച്ച് കടകളുടെയൊക്കെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നടത്താൻ മാത്രമാണ് അവർക്ക് അറിയത്തുള്ളൂ. ഒന്നും ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇപ്പം നമ്മളൊരു ഇത്രയും വലിയൊരു ഗിന്നസ് റെക്കോർഡ് പോലത്തെ അങ്ങനത്തെ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ പോകുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് താമസിക്കാനുള്ളതും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫുഡും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യണം. അപ്പം ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന നമ്മുടെ മേക്കപ്പ്, നമ്മുടെ ഹെയർ സ്റ്റൈല് എല്ലാം നമ്മൾ കയ്യിൽ നിന്നിട്ട് നമ്മുടെ ട്രാവൽ അലവൻസ് എല്ലാം നമ്മൾ കയ്യിൽ നിന്ന് ചെയ്യുന്നു. അതിനപ്പുറമായിട്ട് ചിലവരിൽ നിന്ന് 1500, ചിലവരിൽ നിന്ന് 2000, ചിലവരിൽ നിന്ന് 3500, മൊത്തത്തിൽ 5000 രൂപ വരെ മേടിച്ചിട്ടുള്ളവരുണ്ടെന്ന് പറയുന്നു. 5000-6000 രൂപയൊക്കെ മേടിച്ചിട്ടുള്ളവരുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ എൻട്രി ഫീസ് എന്നുള്ള രീതിയിൽ മേടിക്കുന്നത് 3000 രൂപയൊക്കെയാണ്. അപ്പോൾ ഈ സാധാരണ നമ്മളൊരു ക്രിക്കറ്റ് കളി അവിടെ നടക്കുന്നു, അത് കാണാൻ പോകുമ്പോൾ നമ്മൾ 3000 രൂപ കൊടുത്തിട്ടാണ് ക്രിക്കറ്റ് കളി കാണാൻ പോകുന്നത്. അപ്പോൾ അവിടെ കളിക്കാനായിട്ട് പോയവർ അവർ മുഖാന്തരമാണ് ഈ റെക്കോർഡ് പോലും നമുക്ക് കിട്ടാൻ പോകുന്നതെന്നുള്ളൊരു വില അവർക്ക് കൊടുക്കാതെ അവരുടെ കയ്യിൽ നിന്ന് ഇത്രയും പൈസ മേടിക്കുകയും അതേപോലെ അവർക്ക് മറ്റുള്ള ഒരു കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും. ഇപ്പം ദിവ്യ ഉണ്ണി പറയുന്ന ഒരു വീഡിയോ ഞാൻ ഇതിൽ കാണിക്കാവേ. ശ്രീ അനൂപ് ശങ്കറാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ കോസ്റ്റ്യൂം പാർട്ട്ണർ ആൻഡ് വൺ ഓഫ് അവർ മെയിൻ സ്പോൺസേഴ്സ് കല്യാൺ സിൽക്സ് ആണ്. നമ്മളെല്ലാ നർത്തകരും ഇന്ന് അണിഞ്ഞിരിക്കുന്നത് അവരിതിനു വേണ്ടി നെയ്ത് 12500ഓളം സാരികൾ കല്യാൺ ഞങ്ങൾക്ക് ഇതിനു വേണ്ടി നെയ്ത് തന്നിട്ടുണ്ട്. ഈ ഒരു ഇവൻറ്റിൻ്റെ ലോഗോ ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു കോസ്റ്റ്യൂം നെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കീപ് സേക്കാണ്. ഈ ഇവൻറ്റ് കഴിഞ്ഞും ഇതിനെക്കുറിച്ച് ഓർക്കുവാനായിട്ട് ഞങ്ങൾക്ക് മാത്രം ഉണ്ടാവുന്ന, ഇത് കടകളിൽ എല്ലാവർക്കും വാങ്ങണ അങ്ങനെയല്ല, ഞങ്ങൾക്ക് മൃദംഗനാദത്തിൻ്റെ പാർട്ടിസിപ്പൻസിനും മാത്രമായിട്ട് ചെയ്തു തന്നതാണ്. കാത്തിരിപ്പിൻ്റെ ആ ഒരു വളരെ ഫൈനൽ സ്റ്റേജിലാണ് ഞങ്ങളെല്ലാവരും എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ കോറിയോഗ്രാഫി ചെയ്യാനുള്ളൊരു ഈ വീഡിയോയിൽ ദിവ്യ ഉണ്ണി പറയുന്നത് 12500ഓളം ഡ്രസ്സുകൾ കല്യാൺ സിൽക്സ് അവർക്ക് നെയ്ത് കൊടുത്തു എന്നാണ്. എനിക്ക് കുറച്ച് ജലദോഷം തൊട്ടവേദനയൊക്കെ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ തൊണ്ടടച്ച് പോകുന്നത്. അപ്പം 12000 പേര് കളിക്കുന്ന, അല്ലെങ്കിൽ 12000ഉം അതിൻ്റെ കൂടെ ദിവ്യ ഉണ്ണിനെയും കൂടെ ചേർത്ത് 12001 പേര് കളിക്കുന്ന ഈ ഡാൻസിന് വേണ്ടി 12500 ഡ്രസ്സ് എന്തിനാണ്? അതും കൂടെ ആ 500 ഡ്രസ്സിൻ്റെയും കൂടെ പൈസയും കൂടെ ചേർത്തിട്ടാണ് ഈ കുട്ടികളുടെയൊക്കെ നൃത്ത അധ്യാപകരോടും കുട്ടികളോടും കയ്യിൽ നിന്നൊക്കെ മേടിക്കുന്നത്. ഇത്രയും അവർ ചുമ്മാ ഡ്രസ്സ് തരുമായിരുന്നു, അതും നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇനി 12 സ്പോൺസേഴ്സ് എന്നുള്ള രീതിയിൽ ഗിന്നസ് റെക്കോർഡിന് വേണ്ടി ചുമ്മാ തരുമായിരുന്നു, അതിനൊക്കെ ഉള്ള കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അപ്പം ഈ 12000 പേർക്കും കിട്ടിയ ഡ്രസ്സിനെ പറ്റി ആദ്യം പറയാം. ഞാനാണെങ്കിൽ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ള ഒരുപാട് കമൻസുകൾ വായിച്ചു നോക്കി. അപ്പോൾ അതിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് ചെലങ്ക തട്ടിപ്പോലും കീറി പറഞ്ഞു പോകുന്ന പന്ന ഡ്രസ്സാണ്. അപ്പം ഇത്രയും ക്വാളിറ്റി കുറഞ്ഞ ഡ്രസ്സിനാണ് ഇവർ ഈ 10,000-5000 ഒക്കെ കൊടുത്ത് എൻട്രി ഫീസും അല്ലാതെ 10,000-2000 ഒക്കെ ഡ്രസ്സിന് വേണ്ടിയും ഒക്കെ കൊടുത്തിട്ട് അവിടെ പോകുന്നത്. പിന്നെ എങ്ങനെ ഈ കീറി പറഞ്ഞ ഡ്രസ്സാണ് എടുത്ത് അലമാരിയിൽ ഞങ്ങൾ ഗിന്നസ് റെക്കോർഡ് കളിക്കാൻ പോയപ്പം കളിച്ച ഡ്രസ്സാണെന്ന് പറഞ്ഞ് എടുത്ത് വെക്കേണ്ടത്. അപ്പം അത്രയുള്ള ആ ഡ്രസ്സിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടിട്ട് സാധാ നമ്മുടെ കടയിൽ നിന്ന് 200-300 രൂപയ്ക്ക് മേടിക്കാൻ പറ്റിയ ഡ്രസ്സ് പോലെയാണെന്നാണ് കമൻസും ഫുള്ളും കിടക്കുന്നത്. നിങ്ങൾക്ക് അത് എടുത്ത് നോക്കിയാൽ തന്നെ കാണാം, ഇത് ഞാൻ പറയുന്ന കാര്യമല്ല. അപ്പം എനിക്കെന്താ വിഷമം തോന്നിയാൽ ചെന്ന് കാണാൻ പറ്റാത്ത, അവിടെ സ്റ്റേഡിയത്തിൽ ചെന്ന് കാണാൻ പറ്റാത്ത റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്. സ്റ്റേഡിയത്തിൽ ചെന്നാൽ തന്നെ ഓരോരുത്തരുടെ മുഖം കാണാൻ പറ്റത്തില്ല.
അത്രയും വൈഡായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ ഇത് എൻ്റെ മകൾ എവിടെയാണ് നിൽക്കുന്നത്, എൻ്റെ കൊച്ചുമകൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പം ലൈവ് എടുത്ത് നോക്കാന്ന് പറഞ്ഞാൽ അതിലും കാണാൻ പറ്റത്തില്ല. കാരണം എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് ദിവ്യ ഉണ്ണിയിലോട്ടാണ്. അപ്പം ബന്ധുക്കൾക്ക് പോലും നമ്മുടെ മക്കള് ഗിന്നസ് റെക്കോർഡിൽ പോയി എന്ന് പറഞ്ഞാൽ ഒരു തെളിവ് കാണിക്കണമല്ലോ. അങ്ങനെ കാണിക്കാൻ മാത്രം ഒരു വീഡിയോയും കാര്യമൊന്നും കിട്ടിയിട്ടില്ല. അതാണ് പറഞ്ഞത്, എല്ലാവരെയും കവർ ചെയ്തുകൊണ്ട് പോകുമായിരുന്നെങ്കിൽ ഈ നല്ലതായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഇത് കാണാനൊക്കെ പറ്റുമായിരുന്നു. ഞാൻ ഒരുപാട് നോക്കി, എൻ്റെ പരിചയത്തിൽ ഇവിടുന്ന് പോയവരൊക്കെ അതിലുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ എന്ന്. പക്ഷെ ആരെയും തന്നെ കാണാൻ പറ്റിയില്ല. കുറച്ചും കൂടെ ഗ്യാപ്പിട്ട് നല്ലതായിട്ട് എല്ലാവരും കവർ ചെയ്ത് പോകുമായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. ഇത് ആദ്യം തൊട്ട് അവസാനം വരെ ദിവ്യ ഉണ്ണി മാത്രമായിരുന്നു ഫ്രെയിമിൽ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഒരാളുടെ കയ്യിൽ നിന്ന് 2000 അല്ല 3000 എൻട്രി ഫീസും അതേപോലെ ഡ്രസ്സിനൊന്നും പറഞ്ഞു ഒക്കെ മേടിക്കുന്ന ഒരു 5000 രൂപ എന്ന് കൂട്ടിയാൽ തന്നെ ഈ 12,000 × 5000 എത്ര വരും എന്നറിയാവോ? 75 ലക്ഷം രൂപയാണ് വരുന്നത്. ഈ 75 ലക്ഷം എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ തുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത്രയും വലിയൊരു എമൗണ്ട് കയ്യിൽ കിട്ടിയിട്ട് ഇവർക്ക് ആ സ്റ്റേജ് പോലും ഈ സംഘാടകർക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണല്ലോ ആ റിബണിൽ പിടിച്ചപ്പോൾ അത് എന്തോ ബാരിക്കേഡാന്ന് വിചാരിച്ചിട്ടാണ് ഈ MLA ഉഷ എന്ന് പറയുന്ന MLA റിബണിൽ കയറി പിടിക്കുകയും 20 അടി താഴ്ചയിലോട്ട് വീണിപ്പോൾ വെന്റിലേറ്ററിലാണ്. അത് ഒരു വലിയൊരു മനുഷ്യൻ അങ്ങനെ വീണമെന്നുണ്ടെങ്കിൽ കുട്ടികൾ അങ്ങനെ എന്തെങ്കിലും പ്രായം ചെന്നവരൊക്കെ ഒന്ന് തട്ടി വീഴാനൊക്കെ പോവുകയാണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിയാൽ അവിടെ താഴോട്ട് വീഴത്തില്ലേ? ഇന്ന് വരെ ക്രിക്കറ്റ് കളിക്കാർ ക്രിക്കറ്റ് കാണാൻ പോയിട്ട് ആരും താഴെ വീണു അങ്ങനെ ഇങ്ങനെയൊന്നും വലിയ ന്യൂസുകൾ കേൾക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ ഒരു പരിപാടിക്ക് പോയിട്ട് ഒരു MLA ആണ്. MLA എന്ന് പറയുമ്പോൾ നമ്മൾ ആൾക്കാരെല്ലാം എല്ലാവരും കെയർ ചെയ്യും. അവിടെ ഇരിക്കും മേഡം, ഇവിടെ ഇരിക്കും മേഡം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കെയർ ചെയ്യാൻ കാണും. സംഘാടകർ ഇത്രയും പൈസ കയ്യിൽ വന്നെന്ന് പറഞ്ഞാലും ഇവർക്ക് അതൊന്നും ചെയ്യാനുള്ള എത്ര ചിലവ് വരും നമുക്ക് എന്നാളും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു കലൂർ സ്റ്റേഡിയത്തിന് ഫുള്ള് ഒരു ബാരിക്കേഡ് അല്ലെങ്കിൽ ഒരൊറ്റ ബാരിക്കേഡ് കൊടുത്താൽ മതിയായിരുന്നു. ഒരു കമ്പി പോലെ ഒന്ന് പിടിക്കാൻ മാത്രം, ഒരു ഉറപ്പിന് വേണ്ടി. അല്ലാതെ ഒരു റിബൺ കെട്ടാൻ, റിബണിന് അത്രയും റൗണ്ടിൽ ഒരു റിബൺ കെട്ടാൻ എത്ര രൂപ അവർക്ക് ആയി കാണും? 2 റിബൺ ഇങ്ങനെ മണ്ടയിൽ താഴെയായിട്ട് 2 റിബൺ കെട്ടാൻ എത്ര രൂപയായി കാണും? ഇതൊക്കെ ഭയങ്കര മോശമല്ലേ? ഗിന്നസ് റെക്കോർഡിന് ചെന്ന കുട്ടികൾക്കും ഒരു വിലയില്ല, അധ്യാപകർക്കും ഒരു വിലയില്ല. ആകെ വിലയുള്ളത് അവിടെ ഡ്രസ്സ് തന്നവർക്ക്. കല്യാൺ സിൽക്സ് ഞങ്ങൾക്ക് 12,500ഓളം ഡ്രസ്സ് നെയ്തു തന്നു. കൈതപ്രം സാറ് ഞങ്ങൾക്ക് ഈ കവിത എഴുതി രചിച്ചു തന്നു. മറ്റേ എന്നാണോ ഇന്ന ആൾ നമുക്ക് ഇത് പാടി തന്നു. ഞാനാണ് ഇതിൻ്റെ കോർഡിനേറ്റർ, ഞാനിത് കമ്പോസ് ചെയ്തു. അല്ല, കോറിയോഗ്രാഫി ദിവ്യാണി പറയുന്നത് ഞാനിത് കോറിയോഗ്രാഫി ചെയ്തു. ഇതൊക്കെ ഉള്ളു നിങ്ങൾക്ക് പറയാനായിട്ട്. അപ്പം ആ വന്നിരിക്കുന്നവർക്ക് ഒരു വിലയും നിങ്ങൾ കൊടുക്കുന്നില്ലേ? അവരുടെ ഒരു വീഡിയോസോ കാര്യങ്ങളോ ഒന്നും നേരെ എടുക്കുന്നില്ല. അവർക്ക് ഒരു രീതിയിലുള്ള ഒരു ഹെൽപ്പ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ആർക്കറിയാം ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വെള്ളമെങ്കിലും അവർക്ക് കിട്ടിയോ എന്നുള്ളത് അറിയത്തില്ല. എന്തായാലും ഗിന്നസ് റെക്കോർഡ് നമ്മൾ ഇപ്പം എല്ലാവരും ചെന്ന് 12,000 പേര് കളിച്ചു എന്ന് പറഞ്ഞ് ഗിന്നസ് റെക്കോർഡ് കിട്ടത്തില്ല. അത് കറക്റ്റായിട്ട് കളിച്ചെങ്കിലേ ഉള്ളൂ. അപ്പം എത്ര മാസം എടുത്തിട്ടായിരിക്കും അവരത് പ്രാക്ടീസ് ചെയ്തിട്ട് ചെന്ന് കളിക്കുന്നത്? അവർക്ക് നേരത്തെ തന്നെ ഒരു 2-3 മാസം മുമ്പേ തന്നെ ഇതിൻ്റെ ഓഡിയോയും കാര്യങ്ങളും ഒക്കെ, ഈ പൈസ അങ്ങോട്ട് അയച്ചാൽ മാത്രമേ ഓഡിയോസും കാര്യങ്ങളും ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ. അപ്പം ഇത് ഇത്രയും കഷ്ടപ്പെട്ട് ഇവരിത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗിന്നസ് റെക്കോർഡിൽ നമ്മുടെയും കൂടെ ഒരു പേര് വരും എന്നുള്ളത് കൊണ്ടാണ്. ഈ കുട്ടികളെല്ലാം 2-3 മാസമായിട്ട് കഷ്ടപ്പെട്ടിട്ട് ആണ് അവിടെ ചെന്നിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ പെർഫോം ചെയ്തതുകൊണ്ട് മാത്രമാണ് ഈ ഗിന്നസ് റെക്കോർഡ് നമുക്ക് കിട്ടാനായിട്ട് സാധിച്ചത്. ഇതിപ്പോൾ ഒരാളുടെ റെക്കോർഡിൻ്റെ സമയത്ത് ദിവ്യ ഉണ്ണീനെ ഫ്രണ്ടിലോട്ട് വിളിക്കുന്നു, ഇങ്ങനെ പൊക്കി കാണിക്കുന്നു, അതിലൊന്നും പറയുന്നില്ല. എല്ലാവരുടെയും പേര് ഇതിലോട്ട് വരും. ഇപ്പോൾ റെക്കോർഡിൽ 12,000 കുട്ടികളുടെയും പേര് കാണും. എല്ലാവർക്കും സർട്ടിഫിക്കറ്റ്സ് തരും എന്നൊന്നും പറയുന്നില്ല. ആ ലൈവിൽ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഉള്ളൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇപ്പോൾ 100 കൂടുതൽ പിള്ളേരെ കൊണ്ടുവരുന്ന ടീച്ചർമാർക്ക് ഗോൾഡ് കോയിന് അല്ല വേറെ എന്താ പ്രത്യേകം പുരസ്കാരങ്ങൾ എന്തൊക്കെയോ കിട്ടും എന്നൊക്കെ സംഘാടകർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ കൂടുതൽ കുട്ടികളെ കൊണ്ടുവന്നിട്ടുള്ള ടീച്ചർമാരൊക്കെ കാണും. അപ്പം ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഈ ചെലവുകളും കാര്യങ്ങളും എല്ലാം ഇത്രയും പൈസ അവർക്ക് കിട്ടുന്നുണ്ടല്ലോ, അതിൽ നിന്നായിരിക്കും ഇവർ ചെയ്യുന്നത്. ഈ സംഘാടകർക്ക് കൂടുതലും ഒരുപാട് പേരെ കൂട്ടുക എന്നുള്ളതും അവരിൽ നിന്ന് ഒരുപാട് പിരിവ് എടുക്കുക എന്നുള്ളതും മാത്രമായിരുന്നു ലക്ഷ്യം എന്നാണ് തോന്നുന്നത്. അവിടുത്തെ പരിപാടിയെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ വരണം. അതേപോലെ തന്നെ അവർ ചെയ്തത് അവർ ഇത്രയും രൂപ അവർക്ക് കിട്ടിയപ്പം അവർക്ക് ആ സ്റ്റേജ് ഒരു ബാരിക്കേഡൊക്കെ വെക്കാമായിരുന്നു. അതിന് അവർക്ക് തക്കതായ നിയമ നടപടിക്ക് പോവുകയും അവർക്ക് ശിക്ഷ കിട്ടുകയും വേണം. ഇനിയും ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നവർ മറ്റുള്ളവരുടെ ജീവനും കൂടെ വില നൽകണം. എൻ്റെ മൂത്ത കുട്ടിക്ക് 7 വയസ്സായിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എൻ്റെ മകളും കൂടെ പങ്കെടുക്കണമായിരുന്നു ഈ ഒരു
പരിപാടിയിൽ. അവർക്ക് ഇവരിപ്പോൾ ഡാൻസ് സ്കൂളിൽ കുറച്ച് ദിവസമായിട്ട് പോകുന്നില്ല, കാരണം എപ്പോഴും പനിയും ജലദോഷവും ചുമയൊക്കെയാണ്. അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ പോകാനൊന്നും പറ്റുന്നില്ല. അവളെയും കൂടെ വിട്ടാലോ എന്ന്, 7 വയസ്സിപ്പം ആയിട്ടുണ്ട്. അപ്പം അവളെയും കൂടെ വിട്ടാലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ കാണുമ്പം പോകാഞ്ഞതാണ് നല്ലതെന്ന് പോലും തോന്നിപ്പോകുന്നു. പലരും ആ എൻട്രി ഫീസ് കാര്യങ്ങളും കൊടുത്തിട്ട് പോലും ഈ സംഘാടകരുടെ കുഴപ്പം കൊണ്ട് പിന്നീട് പോകാതെ ഈ മത്സരത്തിൽ പങ്കെടുക്കാതെ ഇരുന്നവർ പോലും ഉണ്ട്. അങ്ങനെ ഒരു ചേച്ചിയാണ് ഈ വീഡിയോ കോളിൽ, ഈ ഫോൺ കോളിൽ സംസാരിച്ചത്. എന്തായാലും ഇതുപോലെ പലയിടത്തും ഗിന്നസ് റെക്കോർഡിന് വേണ്ടി ഇപ്പോൾ ഈ ചേച്ചി പറയുന്ന പോലെ മ്യൂസിക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഗിന്നസ് റെക്കോർഡുണ്ട്. ഇതിലൊന്നും നമ്മൾ പേ ചെയ്തുകൊണ്ട് പോകേണ്ട കാര്യമില്ല. കാരണം ഗിന്നസ് റെക്കോർഡ് കിട്ടുക എന്നുള്ളത് നമ്മുടെ ആവശ്യമല്ല, ബാക്കി സംഘാടകരുടെയും അല്ലെങ്കിൽ ഇപ്പം മൃദംഗനാഥം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇതാണ് ഈ ഗിന്നസ് റെക്കോർഡ് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ അവരുടെയും കൂടെയൊക്കെ ആവശ്യമാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ ഫുഡോ അക്കോമഡേഷനോ അല്ലെങ്കിൽ ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, പിറ്റേ ദിവസം നമ്മൾ വീട്ടിലോട്ട് വരത്തില്ലേ, എന്തെങ്കിലും ഒന്ന് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിരുന്നു. നിങ്ങൾക്ക് ഇപ്പം ടീച്ചേഴ്സിനോട് പിള്ളേർ ചോദിക്കും, ടീച്ചറെ ഈ ഗിന്നസ് റെക്കോർഡിന് പോകുന്നതുകൊണ്ട് നമുക്ക് എന്താ അവർ തരുന്നതെന്ന് ചോദിച്ചാൽ അവർ ആ ഗിന്നസ് റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും തരുമെന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. അത് കിട്ടിയെന്ന് പറയാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.